എപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ ജഗദീശ്വരിയായ അംബിക ഓടിയെത്തും ആ മകൻ്റെ അടുത്തേക്ക്. എന്നാൽ ആ മകനാകട്ടെ തനിക്കായി ഒന്നും തന്നെ അമ്മയോട് ആവശ്യപ്പെടാറുമില്ല. അവിടുത്തെ ദിവ്യമായ മുഖത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടേയിരിക്കും. അമ്മ ആ മകനെ ചേർത്ത് പിടിക്കുന്ന നിമിഷം ആ പുത്രൻ്റെ ചുണ്ടുകളിൽ നിന്നും അതിമനോഹരമായ സ്തുതിഗീതങ്ങൾ ഉത്ഭവിക്കുകയായി. അത്തരത്തിലുള്ള ഒന്ന് ഇതാ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുവക്ഷോജകുംഭാം സുധാപൂർണകുംഭാം പ്രസാദാവലംബാം പ്രപുണ്യാവലംബാം സദാസ്യേന്ദുബിംബാം സരാഗോഷ്ഠബിംബാം ഭജേ ശാരദാംബാം അജസ്രം മദംബാം. ശാരദാംബാ ഭുജംഗത്തിലെ ഈ ആദ്യ ശ്ലോകം അതിമനോഹരമാണ്. ദേവിയെപ്പോലെ തന്നെ മനോഹരമായ കുജകുംഭങ്ങൾ, കയ്യിലോ അമൃതകുംഭം. പ്രസാദഗുണത്തെ അവലംബിച്ചവളാണമ്മ. പുണ്യവാന്മാർക്ക് ആശ്രയമാണ്. സുന്ദരമായ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖത്തോടുകൂടിയവളാണ്. തുണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളാണ് അമ്മയ്ക്കുള്ളത്. ഇപ്രകാരം എൻ്റെ അമ്മയായ ശാരദാദേവിയെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. കടാക്ഷേ ദയാർദ്രം കരേ ജ്ഞാനമുദ്രാം കലാഭിർവിനിദ്രാം കലാപൈ സുഭദ്രാം പുരന്ധ്രിം വിനിദ്രാം പുരസ്തുംഗഭദ്രാം ഭജേ ശാരദാംബാമജസ്രം മദംബാം. കരുണാപൂർണമായിട്ടുള്ള കടാക്ഷങ്ങൾ, കൈയിൽ ജ്ഞാനമുദ്ര, കലകളാൽ ഉണർന്നിരിക്കുന്നവളാണമ്മ. ആഭരണങ്ങൾ കൊണ്ട് ശോഭനയാണ്. ശ്രീചക്രനഗരത്തിൻ്റെ മഹാറാണിയാണ്. നിദ്രയില്ലാത്തവളാണ്, അതായത് ഉറങ്ങാതിരിക്കുന്നവളാണ്. പുരോഭാഗത്തിൽ തുംഗഭദ്രാ നദി. ഇപ്രകാരമുള്ള എൻ്റെ മാതാവായ ശാരദാദേവിയെ ഞാൻ ഭജിക്കുന്നു. ലലാമാംഗഭാലാം ലസദ്ഗാനലോലാം സ്വഭക്തൈകപാലാം യശ ശ്രീകപോലാം കരേ ത്വക്ഷമാലാം കനത് സ്വർണമാലാം ഭജേ ശാരദാംബാമജസ്രം മദംബാം. അമ്മയുടെ ആ മുഖത്തേക്ക് നോക്കൂ. ചുട്ടിപ്പൂവ് കൊണ്ട് അമ്മയുടെ നെറ്റിത്തടം മനോഹരമായിരിക്കുന്നു. കർണാനന്ദകരമായിട്ടുള്ള ഗാനങ്ങളിൽ തൽപരയാണ് അമ്മ. ഭക്തന്മാരെ പരിപാലിക്കുന്നവളാണ്. എപ്പോഴും ഭക്തന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവളാണ്. കൈകളിൽ നോക്കൂ, അക്ഷമാലയാണ് ഇരിക്കുന്നത്. അപ്രകാരമുള്ള എൻ്റെ മാതാവായ ശാരദാദേവിയെ ഞാൻ ഭജിക്കുന്നു. സുസേമന്തവേണീം ദൃശാനിർജിതൈണീം രമത് കീരവാണിം നമദ്വജ്രപാണിം സുധാമന്ധരാസ്യാം മുദാവർണ്യലാസ്യാം ഭജേ ശാരദാംബാമജസ്രം മദംബാം. വീണ്ടും ആചാര്യസ്വാമികൾ അമ്മയെ കണ്ട് ഇപ്രകാരം വർണ്ണിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കി. അവിടുത്തെ തിരുമുഖത്ത് സീമന്തരേഖ. ആ സീമന്തരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്ക് മനോഹരമായ മുടി മാടി ഒതുക്കി വച്ചിരിക്കുന്നു. കണ്ണുകളാണെങ്കിലോ അതിമനോഹരമായ മാൻപേടയുടെ കണ്ണുകൾ പോലെയുള്ള കണ്ണുകളാണ്. സംഭാഷണമാണെങ്കിലോ കിളിമൊഴി പോലെ. അവിടുത്തെ ആ തൃപ്പാദങ്ങളിലേക്ക് നോക്കൂ. വജ്രപാണിയായിട്ടുള്ള വലാരി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വജ്രപാണി ആരാണ്? ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ്റെ ആ വജ്രത്തിലെ ആ തിളക്കം ആ പാദങ്ങളിൽ കാണാം. മുഖം ആ പാദങ്ങളിൽ സ്പർശിച്ചു കാണുന്നു. അതായത് ആ പാദങ്ങളിൽ ഈ ദേവേന്ദ്രൻ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. ആ മൃദു വഴിയുന്ന മുഖപത്മമാണ് അവിടുത്തേത്. അതിനെ എപ്രകാരമാണ് വർണ്ണിക്കുക? അവർണ്ണനീയമാണ് അവിടുത്തെ മുഖം. പ്രകാരമുള്ള
എൻ്റെ അമ്മയായിട്ടുള്ള ശാരദാദേവിയെ ഞാൻ ഭജിക്കുന്നു. സുശാന്താം സുദേഹാം ദൃഗന്ധേകചാന്താം ലസത്സല്ലതാം ഗേമനാദ്യാം അനന്താം സ്മരത്താപസാന്ത സരോജസ്ഥിതാം താം ഭജേ ശാരദാംബാം അജസ്രം മദംബാം. അമ്മ ശാന്തമായ പ്രകൃതത്തോടു കൂടിയവളാണ്. അതിമനോഹരമായ, ആരെയും മോഹിപ്പിക്കുന്ന ദേഹകാന്തിയാണ് അവിടേക്കുള്ളത്. ശരീരത്തിൻ്റെ അംഗങ്ങളിലൊക്കെ സ്പർശിക്കുന്ന വിധം വളരെയേറെ താഴ്ന്നു കിടക്കുന്ന അതിമനോഹരമായ തലമുടിയാണ് അവിടേക്കുള്ളത്. അതിമനോഹരമായ ലത പോലെ, വള്ളി പോലെ കൃശമായിട്ടുള്ള ചെറിയ അവയവങ്ങളാണ് അവിടേക്കുള്ളത്. അമ്മ ആദിയും അന്തവുമില്ലാത്തവളാണ്. ആരൊക്കെയാണോ, അതായത് തന്നെ സ്മരിക്കുന്ന താപസന്മാരുടെ ഹൃദയപത്മത്തിൽ നിവസിക്കുന്നവളാണ് അമ്മ. അപ്രകാരമുള്ള എൻ്റെ അമ്മയായ ശാരദാദേവിയെ ഞാൻ ഭജിക്കുന്നു. കുരംഗേ തുരംഗേ മൃഗേന്ദ്രേ ഖഗേന്ദ്രേ മരാളേ മദേഭ്യേ മഹാക്ഷേധിരൂഢാം മഹത്യാ നവമ്യാം സദാ സാമലോലാം ഭജേ ശാരദാംബാമജസ്രം മദംബാം. മാൻ, കുതിര, സിംഹം, ഗരുഡൻ, അരയന്നം, മദയാന, വലിയ കാള എന്നിവയുടെയൊക്കെ പുറത്ത് കയറി സഞ്ചരിക്കാനും ഇഷ്ടപ്പെടുന്നവളും നവമി തിഥിയിൽ എപ്പോഴും വീണ വായിക്കുവാനും അമ്മയ്ക്കിഷ്ടമാണ്. അപ്രകാരമുള്ള എൻ്റെ അമ്മയായ ശാരദാദേവിയെ ഞാൻ ഭജിക്കുന്നു. ജ്വലത് കാന്തി വഹ്നിം ജഗന്മോഹനാംഗീം ഭുജന്മാനസാംഭോജസുഭ്രാന്തഭൃംഗിം നിജസ്തോത്രസംഗീതനിത്യപ്രഭാംഗീം ഭജേ ശാരദാംബാമജസ്രം മദംബാം. അഗ്നി പോലെ കാന്തിയോടുകൂടിയവളാണ് അമ്മ. ജഗത്തിനെ മോഹിപ്പിക്കുന്ന ശരീരമുള്ളവളാണ്. ഭക്തന്മാരുടെ ഹൃദയനളിനങ്ങളിൽ പാറിപ്പറക്കുന്ന വണ്ടായിട്ടുള്ളവളാണ് അമ്മ. അവിടുത്തെ സ്തോത്രം, സംഗീതം, നൃത്തം എന്നിവയാൽ ശോഭിക്കുന്ന ദേഹത്തിലെ അവയവങ്ങൾ ഉള്ളവളാണ് എൻ്റെ അമ്മ. ആ അമ്മയായിട്ടുള്ള എൻ്റെ അമ്മയായ ശാരദാദേവിയെ ഞാൻ പ്രണമിക്കുന്നു, ഭജിക്കുന്നു. ഭവാംഭോജനേത്രാജസംപൂജ്യമാനാം ലസന്മന്ദഹാസപ്രഭാവക്ത്രചിഹ്നാം ചലത് ചഞ്ചലാചാരുതാടങ്കകർണാം ഭജേ ശാരദാംബാമജസ്രം മദംബാം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ തിരുനയനമാകുന്ന നളിനങ്ങളാൽ പൂജിക്കപ്പെടുന്നവളാണ് അമ്മ. പുഞ്ചിരിയാകുന്ന പ്രകാശം കൊണ്ട് തിളങ്ങുന്ന മുഖചിഹ്നങ്ങളോടു കൂടിയവളും ഇളകുന്ന ചഞ്ചലങ്ങൾ പോലെ ചേതോഹരങ്ങളായിട്ടുള്ള തോടകളണിഞ്ഞവളും ആയിട്ടുള്ള എൻ്റെ അമ്മയായ ശാരദാ മാതാവിനെ ഞാൻ പ്രണമിക്കുന്നു, ഭജിക്കുന്നു, നമസ്കരിക്കുന്നു. പഠേദ്യസ്തു ഭക്ത്യാ നര ശാരദാംബാഭുജംഗപ്രയാതം ത്വിദം ശുദ്ധചിത്തഃ ഭവേത്തസ്യ മാധുര്യവാണീ പ്രവാഹ കവിപ്രൗഢവന്ദ്യ സദാ ജിഹ്വികാഗ്രാത്. ഭക്തിയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി ഈ ശാരദാംബാ ഭുജംഗപ്രയാതം എന്ന ഈ സ്തോത്രത്തെ പഠിക്കുന്നവൻ്റെ നാവിൻ്റെ തുമ്പിൽ പ്രൗഢമായിട്ടുള്ള മഹാകവികളാൽ ആരാധ്യയായിട്ടുള്ള ആ മധുരമായിട്ടുള്ള വാക്കുകൾ എപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കും. തീർച്ചയാണ്. ദേവീ ഭക്തനായ ശങ്കരാചാര്യസ്വാമികൾ അമ്മയുടെ വദനാരവിന്ദത്തിൽ നോക്കിക്കൊണ്ട് അവിടുത്തെ കാരുണ്യം അക്ഷരങ്ങളിൽ ആവാഹിച്ച് അമൃതസമാനം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഈ അതിമനോഹരമായ സ്തോത്രം ചൊല്ലുന്ന എല്ലാവർക്കും വാക്കുകൾ കൊണ്ട് പറയാനാവാത്തത്രത്തോളം അനുഗ്രഹവും കരുണയും അമ്മയിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ലല്ലോ. ഈ മഹാസ്തോത്രത്തിലെ ഓരോ ശ്ലോകവും ചൊല്ലിയതിനു ശേഷം ഓം സം സരസ്വത്യൈ നമ എന്ന് ജപിക്കുന്നവർക്ക് വിദ്യാഗുണം ധാരാളമായി ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി തന്നെ നേടാനുമാവും. ഈ സ്തോത്രത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെ തുടക്കവും ഒടുക്കവും ഓം ശ്രീം നമ എന്നാണ് ജപിക്കുന്നതെങ്കിൽ സമസ്ത ഐശ്വര്യവും ഒരു വ്യക്തിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ശ്രീം എന്ന ശബ്ദം ലക്ഷ്മി ബീജമാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവി സന്തോഷിക്കും. മഹാലക്ഷ്മി ദേവിയുടെ കാരുണ്യം തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ വിദ്യയും സമ്പത്തും ഒരുമിച്ച് നൽകുന്ന ഒരു മഹാസ്തോത്രം കൂടിയാണ് ചെറിയ വലിയ ശാരദാംബാഭുജംഗം. അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.